മക്കളെ, നമുക്ക് കഥയുടെ ബാക്കി ഭാഗം കേൾക്കാം. വനവാസകാലത്ത് സൈന്ധവ രാജാവായ ജയദ്രഥൻ പാഞ്ചാലിയെ കടത്തിക്കൊണ്ടുപോയി. എന്നാൽ പാണ്ഡവർ പാഞ്ചാലിയെ മോചിപ്പിച്ച് ജയദ്രഥനെ അപമാനിച്ചു വിടുന്നു. ആശ്രമത്തിൽ യുധിഷ്ഠിരനും പാഞ്ചാലിയും തിരിച്ചെത്തിയപ്പോൾ മാർക്കണ്ഡേയ മഹർഷി അവിടെ എത്തിയിരുന്നു. യുധിഷ്ഠിരനുമായി സംസാരിക്കുമ്പോൾ തൻ്റെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും യുധിഷ്ഠിരൻ മഹർഷിയോട് പറയുന്നു. അപ്പോൾ യുധിഷ്ഠിരനേക്കാൾ കഷ്ടപ്പാടുകൾ അനുഭവിച്ച ശ്രീരാമൻ്റെ കഥ മഹർഷി യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തു. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയതും വാനരസേനയുടെ സഹായത്തോടെ ലങ്കയിൽ നിന്നും രാമൻ സീതയെ മോചിപ്പിച്ചതുമായ കഥകൾ മഹർഷി യുധിഷ്ഠിരന് വിശദമായി പറഞ്ഞു കൊടുത്തു. അപ്പോൾ രാമരാവണ യുദ്ധത്തിൻ്റെ കഥ കൂടി കേൾക്കണമെന്ന് യുധിഷ്ഠിരൻ ആവശ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായി രാമരാവണ യുദ്ധത്തിൻ്റെ കഥ പറയുകയാണ് മാർക്കണ്ഡേയ മഹർഷി. വാനരസേനയുടെ സഹായത്തോടെ ലവണസമുദ്രത്തിൽ ഒരു സേതുബന്ധനം നടത്തി രാമനും സൈന്യവും ലങ്കയിൽ പ്രവേശിച്ചു. രാവണനുമായി അവർ യുദ്ധം പ്രഖ്യാപിച്ചു. രാവണൻ്റെ സൈന്യത്തിലെ പ്രമുഖരെയെല്ലാം വാനരപ്പടയും രാമനും ചേർന്ന് വധിച്ചു. അവസാനം രാവണപുത്രനായ ഇന്ദ്രജിത്ത് യുദ്ധത്തിൽ പട നയിച്ചു. ഇന്ദ്രജിത്തിന് രാവണപുത്രനായതിനാൽ രാവണി എന്നുകൂടി വിളിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അയാളുടെ പേര് മേഘനാഥൻ എന്നായിരുന്നു. ദേവേന്ദ്രനെ യുദ്ധത്തിൽ തോൽപ്പിച്ചതിനാൽ കിട്ടിയ പേരാണ് ഇന്ദ്രജിത്ത്. ഇന്ദ്രനെ ജയിച്ചവൻ എന്ന് അർത്ഥം. ഇന്ദ്രജിത്തും ലക്ഷ്മണനുമായി നടന്ന അതിഘോര യുദ്ധത്തിൽ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ വധിച്ചിടത്താണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കഥ പറഞ്ഞ് നിർത്തിയത്. ഇന്ദ്രജിത്തിൻ്റെ മരണം രാവണനെ ദുഃഖത്തിലാഴ്ത്തി. ആ ദുഃഖം അയാളിൽ കോപമായി വളർന്നു. ജ്വലിച്ചുകൊണ്ട് രാവണൻ രഥത്തിൽ കയറി യുദ്ധരംഗത്തേക്ക് പുറപ്പെട്ടു. ധാരാളം ശക്തന്മാരായ രാക്ഷസ പടയാളികൾ അദ്ദേഹത്തിന് പിന്നാലെ ചെന്നു. രാവണൻ്റെ വരവ് കണ്ട് ഒന്നിച്ചുകൂടിയ മൈന്ദൻ, നീലൻ, അങ്കദൻ, ഹനുമാൻ, ജാംബവാൻ എന്നീ രാമ സൈന്യത്തിലെ പ്രമുഖർ വൃക്ഷങ്ങൾ പിഴുതെടുത്തുകൊണ്ടുവന്ന് രാവണ സൈന്യത്തെ ആക്രമിക്കുവാൻ തുടങ്ങി. തൻ്റെ സൈന്യം കണക്കില്ലാതെ മരിച്ചു വീഴുന്നത് കണ്ട് രാവണൻ മായാശക്തിയാൽ സ്വന്തം ഉള്ളിൽ നിന്നും ആയിരക്കണക്കിന് രാക്ഷസ സൈന്യത്തെ പുറത്തുവിട്ടു. ശ്രീരാമൻ ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിച്ച് ആ സൈന്യത്തെ മുഴുവൻ വധിച്ചു. ഉടൻ രാവണൻ മറ്റൊരു മായാവിദ്യ പ്രയോഗിച്ചു. മായയാൽ മറ്റൊരു രാമനെയും ലക്ഷ്മണനെയും സൃഷ്ടിച്ചു. അവരെ ആയുധധാരികളായി നിൽക്കുന്ന യഥാർത്ഥ രാമലക്ഷ്മണന്മാരെ ആക്രമിക്കാൻ വേണ്ടി രാവണൻ പറഞ്ഞയച്ചു. ഇത് കണ്ട് ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠ, രാവണൻ മായാവിദ്യയാൽ അയച്ച നമ്മുടെ രൂപങ്ങളാണ് അവർ. അവരെ വേഗം കൊന്നുകളയണം. ശ്രീരാമൻ അവരെയും അവരെ പിന്തുടർന്നു വന്ന ഒരു കൂട്ടം രാക്ഷസന്മാരെയും ക്ഷണനേരം കൊണ്ട് വധിച്ചു. ഈ സമയത്ത് നീല നിറമുള്ളതും കുതിരകളെ പൂട്ടിയതുമായ ദേവേന്ദ്രൻ്റെ ജൈത്രം എന്ന രഥവുമായി ഇന്ദ്രസാരഥിയായ മാതലി രാമൻ്റെ അടുത്ത് എത്തി. ഭഗവൻ, ഈ രഥത്തിൽ ഇരുന്നു കൊണ്ട് ഇന്ദ്രദേവൻ ധാരാളം അസുരന്മാരെ വധിച്ചിട്ടുണ്ട്. അങ്ങ് ഈ രഥത്തിൽ കയറിയാലും രാവണനെ വധിക്കുവാൻ ഇനി വൈകരുത്. ശ്രീരാമൻ ആ തേരിൽ കയറി യുദ്ധം ചെയ്തു. അതോടെ രാക്ഷസ സൈന്യത്തിനിടയിൽ നിലവിളി ഉയരുവാൻ തുടങ്ങി. രക്ഷപ്പെടാൻ ഒരു പഴുതും കൊടുക്കാതെ രാക്ഷസ സേനയെ രാമൻ വധിച്ചുകൊണ്ടേയിരുന്നു. ഇത് കണ്ട് ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തുകയും വാദ്യഘോഷങ്ങൾ മുഴക്കുകയും ചെയ്തു. അപ്പോൾ ശ്രീരാമൻ ഒരസ്ത്രമെടുത്ത് ബ്രഹ്മാസ്ത്രമന്ത്രം ജപിച്ച് രാവണനെ ലക്ഷ്യം വെച്ച് തൊടുത്തുവിട്ടു. ബ്രഹ്മാസ്ത്രമേറ്റ് രാവണനും അയാളുടെ തേരാളിയും കുതിരകളും തേരോടുകൂടി അഗ്നിയിൽ വെന്തിരിഞ്ഞു. അതിൽ തന്നെ പെട്ട് രാവണനും മരണപ്പെട്ടു. ഇത് കണ്ട് ദേവലോകത്ത് ഗന്ധർവ യക്ഷചാരണ കിന്നരന്മാരും മഹർഷിമാരും ശ്രീരാമനെ ആശീർവദിച്ചു. അതിനുശേഷം വിഭീഷണനെ ലങ്കയുടെ രാജാവായി അവരോധിച്ചു. വിഭീഷണനും അവിന്ധ്യൻ എന്ന രാക്ഷസനും ചേർന്ന് അശോകവനത്തിൽ നിന്നും സീതാദേവിയെ ഒരു പല്ലക്കിലെടുപ്പിച്ചുകൊണ്ട് വന്നു. അവിന്ധ്യൻ പറഞ്ഞു, ശ്രീരാമദേവ,
പാതിവൃത്യത്തിൻ്റെ മൂർത്തിഭാവമായ സീതാദേവി ഇതാ സ്വീകരിച്ചാലും. സീത അപ്പോൾ ഭർത്തൃവിരഹത്താൽ ദുഃഖിതയും ക്ഷീണിതയും മലിന വസ്ത്രങ്ങൾ ധരിച്ചവളും ആയിരുന്നു. അവളെ നോക്കി രാമൻ പറഞ്ഞു, ജാനകി, ഞാൻ എൻ്റെ കർത്തവ്യം നിറവേറ്റി. ഇനി നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാം. ധർമ്മശാസ്ത്രങ്ങൾ അറിയുന്ന ഒരാൾ അന്യൻ്റേതായി പോയ ഒരു സ്ത്രീയെ സ്വീകരിക്കുകയില്ല. ശ്രീരാമൻ്റെ ഈ ക്രൂരമായ വാക്കുകൾ കേട്ടപ്പോൾ സീതാദേവി ബോധമറ്റു വീണു. ലക്ഷ്മണനും വാനരശ്രേഷ്ഠന്മാരും എന്തു ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിന്നു. ഈ സമയത്ത് ഒരു വിമാനത്തിൽ ബ്രഹ്മാവ് അവിടെ എത്തി. ദിക്പാലകന്മാരും സപ്തർഷിമാരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അരയന്നങ്ങൾ നയിക്കുന്ന ഒരു രഥത്തിൽ ദശരഥ മഹാരാജാവും അവിടെ വന്നു. ദേവന്മാരും ഗന്ധർവന്മാരും യക്ഷകിന്നരന്മാരും അവിടെ നിറഞ്ഞു നിന്നു. അപ്പോൾ സീതാദേവി രാമൻ്റെ മുന്നിലെത്തി. മഹാരാജാവേ, സ്ത്രീ പുരുഷന്മാരുടെ സ്വഭാവഗതികൾ നന്നായി അറിയുന്ന ആളാണ് അങ്ങ്. അതിനാൽ അങ്ങയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ സത്യം ചെയ്തു പറയുന്നു, ഇവിടെ താമസിച്ച കാലമത്രയും അങ്ങയെക്കുറിച്ചല്ലാതെ മറ്റൊരു പുരുഷനെക്കുറിച്ചും ഞാൻ ചിന്തിച്ചിട്ടില്ല. ആ വിധത്തിൽ അങ്ങയ്ക്ക് എന്നെ സ്വീകരിക്കാം. സദാഗതിയായ വായു എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വായു എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളട്ടെ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വായുദേവൻ പറഞ്ഞു, ശ്രീരാമചന്ദ്ര, ഞാൻ സദാഗതിയാണ്, എപ്പോഴും എവിടെയും സഞ്ചരിച്ചു കൊണ്ടിരിക്കും. സീതാദേവി പതിവ്രതയാണ്, അങ്ങ് സീതയെ സ്വീകരിച്ചാലും. അപ്പോൾ അഗ്നിദേവൻ പറഞ്ഞു, ദാശരഥി, എല്ലാ ജീവജാലങ്ങളിലും ഞാൻ അന്തർലീനനാണ്. എനിക്ക് കാണാനും അറിയാനും കഴിയാത്തതായി ഒന്നുമില്ല. ഞാൻ സത്യം ചെയ്തു പറയുന്നു, മൈഥിലി സുചരിതയാണ്, അങ്ങ് മൈഥിലിയെ സ്വീകരിച്ചാലും. വരുണൻ പറഞ്ഞു, രാമചന്ദ്ര, എല്ലാ ജീവികളിലും രസം എന്നിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. അവർക്കുണ്ടാകുന്ന ഭാവമാറ്റങ്ങൾ ഞാൻ അറിയും. ഓരോ ജീവിയുടെയും സ്പന്ദനവും എനിക്ക് തിരിച്ചറിയാം. അങ്ങ് സീതാദേവിയെ സ്വീകരിക്കണം. ഇതെല്ലാം കേട്ടുകൊണ്ടു നിന്ന ദശരഥൻ പറഞ്ഞു, മകനെ, ഞാൻ നിൻ്റെ പിതാവാണ്. നീ ഒരു വലിയ കാര്യമാണ് സാധിച്ചത്. യക്ഷഗന്ധർവന്മാരെയും ദേവന്മാരെയും ഭയപ്പെടുത്തിയിരുന്ന രാവണനെ നീ വധിച്ചു. സീതാദേവി അവതരിച്ചത് തന്നെ രാവണവധത്തിന് വേണ്ടിയാണോ? അവൾ പരിശുദ്ധയാണ്. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, ദേവഗന്ധർവന്മാർക്കും മഹർഷിമാർക്കും ശത്രുവായിരുന്ന ലങ്കാവതിയെ നീ വധിച്ചു. ഞാൻ രാവണന് നൽകിയ വരത്തിൻ്റെ ശക്തിയിൽ അവൻ ദുഷ്പ്രവർത്തികൾ മാത്രമാണ് ചെയ്തത്. മനുഷ്യജന്മമെടുക്കുന്ന ഒരു ശക്തിക്ക് മാത്രമേ രാവണനെ വധിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. രാമ, അതാണ് നീ ഇപ്പോൾ സാധിച്ചത്. എന്തുകൊണ്ടോ ഞാൻ രാവണനെ അവഗണിച്ചിരുന്നു. സ്വന്തം മരണത്തെ ക്ഷണിച്ചു വരുത്തുകയായിരുന്നു രാവണൻ. അതിനാലാണ് വൈദേഹിയെ അവൻ അപഹരിച്ചത്. നളകൂബരൻ നൽകിയ ഒരു ശാപത്തിലൂടെ ഞാൻ സീതയെ സംരക്ഷിച്ചിരുന്നു. പരസ്ത്രീയെ സ്പർശിച്ചാൽ രാവണൻ്റെ തല പൊട്ടിത്തെറിക്കും. ഇതായിരുന്നു ആ ശാപം. രാമ, സംശയിക്കേണ്ട, പതിവ്രതയാണ് വൈദേഹി. അപ്പോൾ ദശരഥൻ രാമനെ അരികിലേക്ക് വിളിച്ചു. രാമ, നിന്നെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. രഘുവംശപതി നീ തന്നെയാണ്. അയോധ്യയുടെ ഭരണമേറ്റെടുത്ത് നീ ദീർഘകാലം വാഴുക. നിനക്ക് മംഗളം ഭവിക്കട്ടെ. പിതാവിനെ വന്ദിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു, അങ്ങയുടെ അഭീഷ്ടം പോലെയെല്ലാം നടക്കും. ഞാൻ അയോധ്യയിലേക്ക് മടങ്ങിപ്പോകാം. ശ്രീരാമൻ ദേവന്മാരെയെല്ലാം നമസ്കരിച്ചു. സീതയെ സ്വീകരിച്ചു. അബിന്ധ്യന് വേണ്ട വരങ്ങൾ നൽകി. അപ്പോൾ ബ്രഹ്മാവ് ചോദിച്ചു, രാമ, എന്ത് വരമാണ് ഞാൻ തരേണ്ടത്? ശ്രീരാമൻ പറഞ്ഞു, ധർമ്മനിഷ്ഠ കൈവിടാതെ ജീവിക്കുവാൻ എനിക്ക് കഴിയണം. യുദ്ധത്തിൽ മരണപ്പെട്ടുപോയ മുഴുവൻ വാനരരെയും ജീവിപ്പിക്കണം. ബ്രഹ്മാവ് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞു. ആ നിമിഷത്തിൽ മരിച്ചുപോയ വാനരൻ സൈന്യമെല്ലാം ഉണർന്നെഴുന്നേറ്റു. അനന്തരം സീതാദേവി ഹനുമാനെ അരികിൽ വിളിച്ചു. മകനെ, ഭഗവാൻ ശ്രീരാമൻ്റെ നാമം നിലനിൽക്കുന്നിടത്തോളം കാലം നിനക്ക് ആയുസ്സുണ്ടാകും. ഹനുമാൻ സീതയുടെയും രാമൻ്റെയും മുന്നിൽ വണങ്ങി. അപ്പോൾ ദേവന്മാരെല്ലാം അന്തർധാനം ചെയ്തു. ശ്രീരാമൻ പുഷ്പക വിമാനം വരുത്തി. അതിൽ സീത, ലക്ഷ്മണൻ, ഹനുമാൻ, സുഗ്രീവൻ, വിഭീഷണൻ, വാനരസൈന്യം, അംഗദൻ എന്നിവരോടൊപ്പം ലവണസമുദ്രം കടന്ന് കിഷ്കിന്ധയിൽ എത്തിച്ചേർന്നു. അംഗദനെ യുവരാജാവായി വാഴിച്ചു. സീതയുടെ ആവശ്യപ്രകാരം സുഗ്രീവൻ്റെ രാജ്ഞിയായ താരയെ കൂടി പുഷ്പക വിമാനത്തിൽ കയറ്റി. അവർ അയോധ്യയ്ക്ക് സമീപമെത്തി വിശ്രമിച്ചു.
ഹനുമാനെ അയോധ്യയിലേക്ക് ദൂതനായി അയച്ചു. ശ്രീരാമൻ്റെ ആഗമനം ഭരതനെ അറിയിക്കുകയായിരുന്നു ലക്ഷ്യം. ഹനുമാൻ മടങ്ങി വന്ന് അയോധ്യയിലെ വിശേഷങ്ങളെല്ലാം അറിയിച്ചു. സീതയും രാമലക്ഷ്മണന്മാരും നന്ദിഗ്രാമത്തിലെത്തി ഭരതനെ കണ്ടു. മരവുരിയെടുത്ത് മലിന ശരീരനായി തലയിൽ ജടാമകുടവും ധരിച്ചു നിൽക്കുന്ന ഭരതനെയാണ് അവർ കണ്ടത്. രാമനിൽ നിന്നും ഏറ്റുവാങ്ങിയ പാദുകങ്ങൾ സിംഹാസനത്തിൽ വെച്ച് അദ്ദേഹത്തിന് വേണ്ടി ഭരതൻ രാജ്യം ഭരിക്കുകയായിരുന്നല്ലോ. ഭരതൻ്റെ സഹോദര സ്നേഹം രാമൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചു. അവർ പരസ്പരം ആലിംഗനം ചെയ്തു. ഭരതൻ അയോധ്യയുടെ ചുമതല മുഴുവൻ ശ്രീരാമനെ ഏൽപ്പിച്ചു. പിന്നീട് വിഷ്ണുദേവതയായ തിരുവോണം നാളിൽ വസിഷ്ഠൻ, വാമദേവൻ എന്നീ മഹർഷിമാർ ചേർന്ന് ശ്രീരാമൻ്റെ പട്ടാഭിഷേകം നടത്തി. രാജ്യത്തിൻ്റെ ചുമതല ഒരു രാജാവ് ഏറ്റെടുക്കുന്ന ചടങ്ങിനെയാണ് പട്ടാഭിഷേകം എന്ന് അറിയപ്പെടുന്നത്. അഭിഷേകശേഷം സുഗ്രീവൻ, വിഭീഷണൻ എന്നിവർ അവരവരുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകാനുള്ള അനുവാദം ശ്രീരാമനോട് ചോദിച്ചു. അവർക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങളും രാജ്യത്തോട് നിർവഹിക്കേണ്ട കർത്തവ്യങ്ങളുമെല്ലാം ഉപദേശിച്ചുകൊണ്ട് അവരെ രാമൻ യാത്രയാക്കി. തുടർന്ന് പുഷ്പക വിമാനം യഥാവിധി പൂജിച്ച് കുബേരന് തിരിച്ചു നൽകി. പിന്നീട് യാഗങ്ങളും യജ്ഞങ്ങളും അനുഷ്ഠിച്ച് ശ്രീരാമൻ ദീർഘനാൾ അയോധ്യ ഭരിച്ചു. രാമകഥ കേട്ട് സന്തുഷ്ടനായ യുധിഷ്ഠിരനോട് മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു, യുധിഷ്ഠിരാ, രാജകീയ സുഖങ്ങളെല്ലാം ഉണ്ടായിട്ടും ശ്രീരാമദേവൻ എത്രമാത്രം കഷ്ടതകൾ അനുഭവിച്ചു, അതും തൻ്റേതല്ലാത്ത കാരണത്താൽ. ഇവിടെ നിങ്ങൾക്ക് ചൂതുകളി എന്നൊരു കാരണമെങ്കിലും പറയുവാനുണ്ട്. ശ്രീരാമൻ്റെ കാര്യത്തിൽ പിതാവ് ചെയ്ത ഒരു സത്യം പാലിക്കുവാൻ വേണ്ടി മകൻ എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് എല്ലാ നിഷ്ഠകളെയും പാലിച്ചുകൊണ്ട് 14 വർഷം വനവാസം ചെയ്തില്ലേ? അതുകൊണ്ട് സ്വന്തം ദുഃഖം മാത്രമാണ് ഏറ്റവും വലുത്. മറ്റൊരാൾക്കും ദുഃഖങ്ങളൊന്നുമില്ല എന്ന് കരുതരുത്. പകരം ഒരു ക്ഷത്രിയൻ്റെ ശൗര്യത്തോടെ പ്രതിസന്ധികളെ നേരിടുക. ശരിയായി ചിന്തിച്ചാൽ ദ്രൗപദിക്കുണ്ടായ ദുരന്ത അനുഭവങ്ങൾക്ക് നിങ്ങൾ കാരണക്കാരല്ലല്ലോ. യുധിഷ്ഠിര, നിന്റെ സഹോദരങ്ങൾ എല്ലാം ശൂരന്മാരാണ്. ഭീമനോളം കരുത്തുള്ളവർ ആരുണ്ട്? അർജുനനെ നേരിടാൻ ഒരു വില്ലാളി ഇനി ജനിക്കുമോ എന്ന് പോലും സംശയമാണ്. നകുല സഹദേവന്മാരും ഒട്ടും വ്യത്യസ്തരല്ല. നിന്റെ സത്യസന്ധതയും വളരെ വലുതാണ്. ശൗര്യമുള്ള ക്ഷത്രിയനെ പോലെ പെരുമാറണം. വാനരന്മാരുടെയും കരടികളുടെയും പടയുമായി ചേർന്ന് ശ്രീരാമൻ എന്ന മനുഷ്യൻ നേടിയ വിജയം അനുപമമാണ്. ശ്രീരാമൻ ഒറ്റയ്ക്ക് സഹിച്ച ദുഃഖത്തോളം വരികയില്ല നിങ്ങളുടെ അവസ്ഥ. അതിനാൽ ഇത്തരം മൂഢചിന്തകൾ ഉപേക്ഷിക്കുക. രാമരാവണ യുദ്ധത്തിൽ ശ്രീരാമനെ സഹായിച്ചത് വാനരന്മാരും കരടിയുമാണെന്ന് പറഞ്ഞുവല്ലോ. ഇത് രാമായണ കഥയിലെ ഒരു തർക്ക വിഷയമാണ്. ജാംബവാൻ എന്ന കഥാപാത്രം ഒരു വാനരനാണെന്നും അതല്ല ഒരു കരടിയാണെന്നും പുരാണങ്ങൾ തന്നെ 2 വിധത്തിൽ പറയുന്നു. ജാംബവാൻ കരടിയാണെങ്കിൽ അയാളുടെ സൈന്യവും കരടികളായിരിക്കണമല്ലോ. അതാണ് തർക്കം. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.